യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്ന നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനം. ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കും. ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് നമ്മൾ കേട്ടത്. ദൈവവചനത്തിലൂടെ നമ്മൾ ഈ കേട്ട വിശ്വാസ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ നമ്മൾക്ക് സാധിക്കുമോ? ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് പറയുവാൻ സാധിക്കുമോ, ഞാനും എനിക്ക് നൽകിയ മക്കളും ഈ ലോകത്തിലെ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുമെന്ന് പറയാൻ സാധിക്കുമോ? ദൈവം എന്നിലൂടെയും എനിക്ക് തന്ന മക്കളിലൂടെയും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ സാധിക്കുമോ? ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുമ്പോൾ അത് ലോകത്തോട് ദൈവമാണ് അത് ചെയ്തു തന്നതെന്ന് പറയുവാൻ നമുക്ക് ശക്തിയുണ്ടോ? ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ നാവ് ഉയരുന്നുണ്ടോ? ഇന്ന് ജൂൺ 1-ാം തീയതിയാണ്. സ്കൂളുകൾ തുറന്ന് നമ്മുടെ മക്കളെ, ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്ന മക്കളെ സന്തോഷത്തോടെ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കൊണ്ടുവിടുമ്പോൾ, അവരെ യാത്രയാക്കുമ്പോൾ നമുക്ക് പറയുവാൻ സാധിക്കുമോ, ദൈവം എനിക്ക് തന്ന ഈ മകനിലൂടെ, ഈ മകളിലൂടെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ലോകത്തിൽ സംഭവിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. അവന് ലഭിക്കുന്ന അറിവിലൂടെ ലോകത്തിൽ അവൻ ദൈവസ്നേഹം പടരുത്തുമ്പോൾ, ദൈവത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരത്ഭുതവും അടയാളവുമായി മാറുന്നതിന് ഞാൻ നന്ദി പറയുന്നു. നമുക്ക് ആ മക്കളെയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്നത്തെ ദിവസം നമ്മുടെയും മക്കളുടെയും ജീവിതത്തിൽ ദൈവിക ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ലോകസമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബസമാധാനത്തിനായി പ്രാർത്ഥിക്കാം. മക്കൾക്ക് നല്ല അറിവ് ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. ദൈവിക സാന്നിധ്യം മക്കളെ കൈപിടിച്ച് നടത്തുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനായി നമ്മളിലും മക്കളിലും ദൈവം ഇടപെട്ട് അനുഗ്രഹങ്ങളും അടയാളങ്ങളും തരുമ്പോൾ അത് ലോകത്ത് വിളിച്ചു പറയുവാൻ, ആ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമ്മുടെ നാവുകൾക്ക് ബലം തരുവാൻ പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും
ദൈവവുമായ ജീവനുള്ള കർത്താവായ ഈ ലോകത്തിൽ ഇന്നും നമ്മളോടൊപ്പം വസിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.